ഈ സിനിമയുടെ ഷൂട്ടിംഗ് അന്ന് നവോദയയിലാണല്ലോ. നവോദയയിൽ നടക്കുന്ന സമയത്താണ് ടി കെ രാജീവ്കുമാറും ഒക്കെ വരുന്നതും. ജയറാമിനെ കണ്ടു, ജയറാമിനെ ബോധിച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇവരുടെ ചാണക്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ജയറാമിനെ നമുക്കറിയാം. ചാണക്യൻ എന്ന് പറയുന്നൊരു സിനിമ ജയറാമിനെ എത്രത്തോളം ഗുണം ചെയ്തിട്ട് നമുക്കറിയാം. കമലഹാസനുമായിട്ടുള്ള ഒരു ബന്ധം ജയറാമിനെ തുടങ്ങുന്നതൊക്കെ ആ ഒരു സിനിമയോട് കൂടിയാണ്. അതിലേക്ക് ജയറാമിനെ കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ ജയറാമിന് ഒരുപാട് ഓഫറുകൾ, നമ്മൾ ജയറാമിൻ്റെ ഒരു ഫിലിമോഗ്രാഫി ഒക്കെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു എപ്പിസോഡൊക്കെ ചെയ്യണം. കാരണം ജയറാം 88, 89 എന്ന് പറയുന്ന ഒരു വർഷം ജയറാം ചെയ്ത ഡിഫറെൻറ്റ് റോൾസും പിന്നെ ജയറാമിന് ചെറിയൊരു ഡൗൺഫോൾ സംഭവിച്ചതും പിന്നീട് ജയറാം രാജസേനൻ്റെ കടിഞ്ഞൂൽ കല്യാണം എന്ന് പറഞ്ഞ സിനിമയിലൂടെ തിരിച്ചു വന്ന കഥയൊക്കെ ഉണ്ട്. എന്തായാലും അപരൻ എന്നുള്ള സിനിമ അന്ന് വിജയിച്ചു. ഒരിക്കലും നഷ്ടം എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കപ്പെട്ട സിനിമ തന്നെയായിരുന്നു. അത് തമിഴിലും റീമേക്ക് ചെയ്തിരുന്നു. തമിഴിലും മണിവണ്ണനാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തത്. മോഹൻ എന്ന് പറയുന്ന അന്നത്തെ റൊമാൻറ്റിക് ഹീറോ അദ്ദേഹമാണ് ആ ഒരു വേഷം ചെയ്തത്. കുറച്ച് മാറ്റങ്ങളൊക്കെ അതിലേക്ക് വന്നതിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്.